الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الأحبة أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധി നിർദ്ദേശങ്ങൾ സൂക്ഷ്മതയോടെ ജീവിതത്തിൽ പുലർത്താൻ ശ്രദ്ധിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ്. നാം ഹജ്ജിൻ്റെ ദിവസങ്ങളിലേക്കും അടുക്കുകയാണ്. ഹജ്ജിൻ്റെ മാസമാണ് ദുൽഖഅദും ദുൽഹിജ്ജയുമൊക്കെ. നാം ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുമ്പോൾ സാധാരണ നിലക്ക് ദുൽഖഅദും ദുൽഹിജ്ജയുമൊക്കെ അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളാണ്. അതിലെ ആദ്യത്തെ 10 ദിനങ്ങൾ അത് ഏറെ ശ്രേഷ്ഠതയുള്ളതായി റസൂലുള്ളാഹി ഉണർത്തുന്നത് കാണാം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന സൂറത്തുൽ ഫജ്റിലെ ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്നാണ് മിക്ക മുഫസ്സിറുകളും ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നത്. ആ ദിവസത്തിൻ്റെ മഹത്വവും പ്രാധാന്യവുമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ ചില വചനങ്ങളും നമുക്ക് കാണാവുന്നതാണ്. അഥവാ ആ ദിവസങ്ങളിലാണ് അള്ളാഹുവിൻ്റെ അതിഥികളായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കാൽനടയായും മെലിഞ്ഞ ഒട്ടകങ്ങളിലായും ഒക്കെ നിന്റെ വിളിക്ക് ഉത്തരം നൽകി വരും എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് അള്ളാഹു ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതിനുള്ള മറുപടി എന്ന നിലക്ക് ലബ്ബൈക് എന്ന മുദ്രാവാക്യവുമായി ഞങ്ങളിതാ അള്ളാഹുവെ നിന്റെ വിളിക്ക് ഉത്തരം നൽകി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബുൽ അംബിയ പ്രവാചകന്മാരുടെ കുറേ പ്രവാചകന്മാരുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ആ ജീവിത പരിസരത്തേക്ക് ആളുകൾ വിശ്വാസികൾ എത്തിക്കൊണ്ടിരിക്കുന്ന ദിവസം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിനുള്ള ആളുകളൊക്കെ പോയി ഏകദേശം അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ ഏറെ ആരാധനകളിൽ മുഴുകുന്ന സമയമാണ് ഈ 10 ദിനങ്ങളൊക്കെ. നമുക്കറിയാം, ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കലേ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളൂ. അത് നമ്മളോടൊക്കെയുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അഥവാ വിദൂരദേശങ്ങളിൽ നിന്ന് പോലും ആ അള്ളാഹുവിൻ്റെ ആദ്യ ഭവനത്തിലേക്ക് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, മനുഷ്യകുലത്തിന് അള്ളാഹു നിർണയിച്ച് നൽകിയ ആദ്യ ആരാധനാലയമാണ് കഅബ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തും അതുപോലെ വേറെ പല രാജ്യങ്ങളിലുമൊക്കെ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള സംസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരം പോലെയുള്ള, ഹരപ്പ സംസ്കാരം പോലെയുള്ള, അതേപോലെ തന്നെ ഇറാഖിലെ സംസ്കാരങ്ങൾ പോലെ പല സംസ്കാരങ്ങളെക്കുറിച്ചും നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള. പക്ഷെ അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്ത് ആദ്യമായി അള്ളാഹു നിശ്ചയിച്ച ആരാധനാലയം കഅബയാണ് എന്ന്. കഅബ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ ഉണ്ടാക്കിയതല്ല. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ ചിലതൊക്കെ പഠിച്ചു പോയിട്ടുണ്ടാകും.
ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമയും കൂടി കഅബ ഉണ്ടാക്കി എന്നല്ല ഖുർആൻ പറയുന്നത്. മറിച്ച് അദ്ദേഹം പറയുന്നത് കാണാം നമുക്ക്, പടച്ചോനെ ഞങ്ങൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഒരു ആരാധനാലയം ഉണ്ടായി നശിച്ചു പോയ ഇടത്തിൽ പുനർനിർമ്മിക്കുകയാണ് അവർ ചെയ്തത്. ആരാണ് കഅബ ഉണ്ടാക്കിയത്? അത് ഇസ്ലാമിക പണ്ഡിതന്മാർ, ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരണം ആദം നബി അലൈഹി സ്വലാമയുടെ കാലത്തെ ഉണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഹദീസിലോ ഖുർആനിലോ കൃത്യമായി പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയും ഇസ്മായിലും കൂടി ഒരു പുതിയ സ്ഥലത്ത് കഅബ ഉണ്ടാക്കിയതല്ല, മറിച്ച് നേരത്തെ ഒരു ആരാധനാലയം ഉണ്ടായിരുന്ന ഇടത്ത് അതിനെ പുനർനിർമ്മിച്ചു കൊണ്ടുവരികയായിരുന്നു അവർ രണ്ടുപേരും ചെയ്തത്. അഥവാ ആദ്യത്തിനെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആ കഅബക്ക് അതിലും എത്രയോ പഴക്കമുണ്ട് എന്നർത്ഥം. എന്നാൽ ഇബ്രാഹിം അലൈഹി സ്വലാമയോടും ഇസ്മായിലിനോടും അവരുടെ കാലഘട്ടം ഇപ്പം നമ്മുടെ ഈ ക്രിസ്തു വർഷം കണക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 4000 വർഷം മുമ്പാണ്. റസൂലുള്ളക്കും ഏകദേശം 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ്, 2500-ഓളം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അദ്ദേഹം എന്നാണ് ചരിത്രം മനസ്സിലാക്കി തരുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം അത് ഉണ്ടാക്കി ലിന്നാസിലില്ലദീ ബിബക്കത്ത മുബാറക്കൻ, അനുഗ്രഹീതമായ മക്കയിൽ. അനുഗ്രഹീതമായ മക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ വല്ലാത്തൊരു ദേശീയതയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ അവർ കാര്യമായിട്ട് പറയാറുള്ള മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തിനോട് കൂറില്ല, ഓൾക്ക് മക്കനോടാണ് കൂറ്, സൗദിനോടാണ് കൂറ്. കാരണം അവർക്ക് പുണ്യ നാട് അവിടെയാണ്, അതുകൊണ്ട് അവർക്ക് ഈ രാജ്യത്തിന് രാജ്യസ്നേഹമില്ല, രാജ്യക്കൂറില്ല. ഇത് രണ്ടും രണ്ടാണ്. മക്ക പവിത്രമാണ് എന്ന് പറയുമ്പോൾ ഞാൻ മക്കത്ത് പോയി കൂടിയാൽ എനിക്ക് ഇന്ത്യയിൽ കൂടുന്നതിനേക്കാൾ കോഴിക്കോട് കൂടുന്നതിനേക്കാൾ പ്രത്യേകിച്ച് എന്തോ കൂലി കിട്ടാണ്ടോ? ഇല്ല. ആ മണ്ണിൽ പോയി കൂടിയത് കൊണ്ട് പ്രത്യേകിച്ചൊരു പുണ്യവും കിട്ടാനില്ല. നമുക്കറിയാം, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദ്, അദ്ദേഹം സൗദി വംശജനാണ്, സൗദിയിലാണ് ജനിച്ചത് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം ഇങ്ങോട്ട് പോകണ്ട. അപ്പൊ അതായത് ഞാൻ ഇവിടുന്നൊക്കെ നിർത്തി ഇനി ഞാൻ മക്കത്ത് പോയി കൂടാണ് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പ്രത്യേകം പുണ്യം കിട്ടാൻ എന്നൊരു നീയത്ത് ഇസ്ലാമിലില്ല. നേരെ മറിച്ച് ആ പ്രദേശം പവിത്രമാണ്, ഹറം പവിത്രമാണ്. എന്താ അവിടെ പവിത്രത എന്ന് പറഞ്ഞാൽ അവിടെ ഉറങ്ങുന്നതിന് ഏറെ കൂലി കിട്ടുന്ന, അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ കൂടുതൽ കൂലി കിട്ടുന്ന അല്ല. ആ പ്രദേശത്ത് നിങ്ങൾ കച്ചറുണ്ടാക്കാൻ പാടില്ല, മറ്റുള്ളവർക്ക് ഉണ്ടാക്കാൻ പാടില്ല, പക്ഷെ അവിടെ കൂടുതൽ പാടില്ല. അവിടുത്തെ ജീവികളെ കൊല്ലാൻ പാടില്ല, അവിടുത്തെ ചെടികൾ മുറിക്കാൻ പാടില്ല, ആളുകളായിട്ട് അവിടുന്ന് ശണ്ട കൂടാൻ പാടില്ല. ആ നിർഭയത്വത്തിൻ്റെ ഒരു ഏരിയ ഉള്ള നിശ്ചയിച്ച ആരാധനയ്ക്ക് വേണ്ടി. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു ഏർപ്പാടുണ്ടാകാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഈ ഉംറയൊക്കെ ഇപ്പോൾ വല്ലാതെ വ്യാപകമായി വരുന്നുണ്ട് അല്ലേ? ഉംറക്കൊക്കെ പോകുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ടൂർ മൈൻഡിലേക്കൊക്കെ പോവാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഫോണും ഒക്കെ ആയിട്ടാണ് അവിടേക്ക് പോകണത്. നമ്മളെ കച്ചവടവും ആ ഹറമ കുത്തിനിട്ടാണ് അല്ലേ? നമ്മളെ തമാശകളും ഹറമിൽ ഇരുന്നു കൊണ്ടാണ് അല്ലെ? അവിടെ തൊട്ടടുത്ത് ആ ഇഴത്തിക്കാപ്പിന്റെ നീയത്തോടെ ഹറമിൽ ഇരിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ടാകും അല്ലെ? ആ വിശാലമായ ഹറം എന്ന് പറഞ്ഞാൽ പള്ളി മാത്രമല്ലല്ലോ, അപ്പുറത്തുള്ള പ്രദേശങ്ങളൊക്കെ ഹറമിനുള്ളിലാണ്. അപ്പൊ അവിടെ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ നമ്മളെ ഈ പറഞ്ഞ പരിപാടികളൊക്കെ അവിടെ നടത്തുമ്പം നമ്മുടെ ഉംറകൾ പോവുകയും ചെയ്യും അല്ലെ? എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ കുറ്റം കിട്ടുന്ന ഒരു വകുപ്പ് കൂടിയാകും. അതാണ് ആ നാടിന്റെ പവിത്രത. അവിടെ നമസ്കരിച്ചാൽ കൂലി കൂടുതലുണ്ട് അല്ലെ? 10,000 ഇരട്ടിയെന്നും 1,00,000 ഇരട്ടിയെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാം സാധാരണ പള്ളികളിൽ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ. അല്ലാതെ അവിടെ പോയി ഉറങ്ങിയത് കൊണ്ടോ, അവിടെ പോയി ഫ്ലാറ്റ് ഉണ്ടാക്കിയത് കൊണ്ടോ, അവിടുത്തെ ഫ്ലാറ്റിൽ ജീവിച്ചത് കൊണ്ടോ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ ഏറെ പുണ്യം തരാമെന്നൊന്നും അള്ളാഹ് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയണമെങ്കിൽ റസൂലുള്ള എവിടെ കൂടെയായിരുന്നു? റസൂലുള്ള എവിടെയാ താമസിച്ചത് അല്ലെ? മക്കം ജയിച്ചപ്പോഴേ അൻസാരികൾക്ക് പേടിയായി, അവർക്ക് സങ്കടമായി. കാരണം റസൂലിന്റെ നാട് മക്കയാണ് അല്ലെ? റസൂലുള്ളയുടെ നാട് മക്കയാണ്, കഅബയുടെ പരിസരമാണ്. അപ്പോൾ തീർച്ചയായും മക്കത്തുനിന്ന് ഓടിച്ചിട്ടാണല്ലോ റസൂലുള്ള മദീനയിൽ പോണത്. അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പോണത്. അപ്പൊ മക്ക തൻ്റെ കീഴിലായി. അപ്പൊ അതുകൊണ്ട് റസൂൽ സ്വാഭാവികമായും മക്കയിലേക്ക് പോകുമോ എന്ന പേടിയായി അവർക്ക്. അൻസാരികൾ അവിടെ വെച്ച് വല്ലാതെ സങ്കടപ്പെട്ടു മക്ക ഫത്തുഹിന്റെ ആണ്. പക്ഷെ റസൂലുള്ള അവരെ വിളിച്ച് സമാധാനിപ്പിച്ചു, ഞങ്ങളെ കൂടെയാണ് ജീവിച്ചത്, നിങ്ങളാ എന്നെ വളർത്തിയത്, അതുകൊണ്ട് ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാകും അല്ലെ? മദീനയേക്കാൾ എത്രയോ നമ്മുടെ നാട്ടിൽ അതും വിശ്വാസം തല തിരിച്ച അല്ലെ? നമ്മൾ ഹജ്ജിന് തന്നെ നിയ്യത്തെക്കണത് പലപ്പോഴും റൗള കാണാനാണ്. റൗള പറഞ്ഞാൽ എന്താ? റൗള എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റൗള പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീടിന്റെയും മിഹ്റാബിന്റെയും ഇടയിലുള്ള സ്ഥലം എന്നാണ്. വീട് ഇവിടെയാണ്,
തൊട്ട വാതിലാണ്, പള്ളിയുടെ തുറക്കുന്ന വാതിലാണ് റസൂലിന്റെ വീടുകൾ. അവിടുന്നും മെഹ്റാബിനും ഇടയിലുള്ള സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ പൂന്തോപ്പുകളിൽ ഒന്നാണ്. അതാണ് അവിടെ ഒരു പച്ച ഇതൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക സ്ഥലം കാണാം നമുക്ക്, വിരിയൊക്കെ വിരിച്ചിട്ട്. ആ സ്ഥലത്തിനാണ് റസൂലുള്ള റൗള എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെന്താ കരുതിയത്, റസൂലിന്റെ ഖബറ് കിടക്കുന്ന അവിടെ ഒരു കുബ്ബ ഉണ്ടല്ലോ അല്ലെ, ആ കുബ്ബയൊന്നും റസൂലുള്ളാന്റെ കാലത്തില്ല, ഖുലഫാഉ റാഷിദുകളുടെ കാലത്തില്ല. അതൊക്കെ ഈ ഓട്ടോമൻ സാമ്രാജ്യം വന്നതിന് ശേഷം, ഉസ്മാനിയ ഭരണകൂടത്തിന് ശേഷം പിൽക്കാലത്ത് പിന്നീട് ഉണ്ടാക്കപ്പെട്ടതാ. പിന്നെ പൊളിക്കാൻ പോയില്ല, കാരണം അത് പൊളിച്ചാല് ഇതൊന്നും ഏൽക്കൂലല്ലോ സ്ഥിതി അല്ലെ. ഈ പറഞ്ഞ ഈമാനിനേക്കാൾ കൂടുതൽ അന്ധവിശ്വാസങ്ങൾ വിശ്വാസമായി നടക്കുന്ന ആളുകൾ, 10,000-കണക്കിന് മുസ്ലിങ്ങൾ അവിടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് സൗദി ഭരണകൂടം നിന്ന് വന്നപ്പോൾ അത് പൊളിച്ചില്ല എന്നേ ഉള്ളൂ. റസൂലിന്റെ ഖബറിന് പറയുന്ന പേരല്ല റൗള എന്നുള്ളത്. പക്ഷെ നമ്മളെ പാട്ടുകളടക്കം നമ്മളെ പഠനങ്ങളൊക്കെ അങ്ങട്ടാ, ഏത് റൗള കാണാൻ എത്തിക്കണമേ. ഹജ്ജിനാണ് ഒരിക്കൽ വാദിന്നാസ്, നീ ജനങ്ങളെ ക്ഷണിക്കുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് അള്ളാഹ് പറഞ്ഞതാ. ഈ ആയാത്തും അതിൽ കുറെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ബയ്യിനാത്ത്, മഖാം ഇബ്രാഹിം, ഇബ്രാഹിം ജീവിച്ച പരിസരമാണത്. മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിന്റെ നമ്മുടെ നാട്ടിൽ മക്കാം എന്ന് പറഞ്ഞാൽ ഖബറിനെ പറയണ, മഹാന്മാരുടെ ഖബറിന്റെ ഇടത്തിനാ മക്കാം എന്ന് പറഞ്ഞാൽ. മക്കാം എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സ്ഥലം എന്നേ അർത്ഥമുള്ളൂ അല്ലെ. മക്കാം കാമാർണ നിന്നു, മക്കാം നിൽക്കുന്ന സ്ഥലം അർത്ഥമുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് മക്കാം ഇബ്രാഹിം എന്ന് പറഞ്ഞത്. അവിടെ ഇപ്പോ നമുക്ക് കാണാം ഒരു മത്താഫിന്റെ അകത്ത്, ഒരു കൂട്ടിനകത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കാലടിപ്പാട് പതിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊന്നും കൃത്യമായ ഒരു രേഖയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉപയോഗിച്ചതാണ് ആ കല്ല്. ആ കല്ല് കാബന്റെ ചുമര് പടുക്കാൻ വേണ്ടിയിട്ട്, ഉയരത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു കല്ല്. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലൊന്നും തെരഞ്ഞു പോയാൽ കാണുന്നില്ല. പക്ഷെ നമ്മൾ ഉസ്താദ്മാരൊക്കെ പറയണ അങ്ങനെയാ, കാലൊക്കെ അതിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബി നടന്നോട്ടൊക്കെ ഉണ്ടാവില്ല ആ കാല്. ഇവിടെ ആദം മലയിലുണ്ട്, ശ്രീലങ്കയിലുണ്ട് ഇബ്രാഹിം നബി ആദം അലൈഹി സ്വലാം ഭൂമിയിലേക്ക് വന്നിറങ്ങിയ കാല് എന്നാ. ഒറ്റക്കാല് മാത്രമായി പോണത് എങ്ങനെയാ അല്ലെ. അതൊക്കെ കുറെ കഥ, ഞാൻ പറഞ്ഞില്ലേ, പ്രമാണങ്ങളെക്കാൾ കൂടുതൽ കഥകൾക്ക് ഭയങ്കര. നമ്മളെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് സുഹൃത്ത് ഉംറക്ക് പോയി വന്നൊരു പ്രായമായ ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ആ ഇറയിൽ കയറാൻ കഴിഞ്ഞില്ല, അത് ഭയങ്കര സങ്കടമായിപ്പോയി, അത് ഭയങ്കര പണിയാണ് എൻ്റെ മുകളിലേക്ക്. ഇറയിൽ കയറുന്നതിന് ഉംറയായിട്ട് എന്ത് ബന്ധം അല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി അങ്ങോട്ട് ട്രെയിനൊക്കെ വരാൻ പോകണ്ട, അത്ര എങ്ങനെയൊക്കെ ആയാലും സുഖമാവും അല്ലെ. ഇസ്ലാമികമായിട്ട് ആ ഒരു പ്രത്യേകിച്ച് പ്രാധാന്യവും ഹിറക്കല്ല കൊടുത്തിട്ടില്ല. നമുക്കൊരു ചരിത്ര സ്ഥലം എന്നുള്ളതൊക്കെ നമുക്ക് പോകാം, കാണാം. ഇത് നമുക്ക് വലിഞ്ഞേറിപ്പോയിട്ട് സാഴി നടത്താൻ കഴിയൂലെങ്കിൽ അപ്പൊ ചില കാര്യങ്ങളിൽ നമ്മൾ എന്തിനാണോ പ്രമാണം പറയുന്നത് അതിനപ്പുറത്തേക്ക് പ്രാധാന്യം കൊടുക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ മക്കാമു ഇബ്രാഹിം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ മത്താഫൊക്കെ അടക്കമുള്ള മൊത്തം പ്രദേശത്തിനാണ്. അതുകൊണ്ടാണ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറഞ്ഞപ്പം ഹറമിൽ എവിടെ നിസ്കരിച്ചാൽ മതി, ഈ സാധനത്തിന് മുമ്പ് പോയി ഇങ്ങനെ തിരക്കൂടി ഇങ്ങനെ കച്ചറ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആ മത്താഫിൽ ആളുകൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒഴിഞ്ഞ സ്ഥലത്ത് ബേക്കിലേടെ നിസ്കരിച്ച് അവിടെയുള്ള ഉസ്താദുമാർ മുഴുവൻ പറയും, അറബി പണ്ഡിതന്മാർ മുഴുവൻ പറയും നിങ്ങൾ അതൊന്നും ചെയ്താൽ മതി എന്ന്. പക്ഷെ നമുക്കത് പോരാ, അവിടെ തന്നെ പോയി നിൽക്കണം. സൂചിപ്പിച്ചു വന്നത് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ആരാധനാലയം ആ കഅബയാണ്. ആ കഅബ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും മകൻ ഇസ്മായിലും കൂടി പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. ആ പുനർനിർമ്മാണത്തിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് അള്ളാഹു പറഞ്ഞതാണ്, വാദ്ദിൻ, നീ വിളിക്കുക ആളുകളെ ഹജ്ജിന് വേണ്ടി. ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള യാത്ര. നമ്മൾ തീർത്ഥാടനം നമ്മളെ മലയാളത്തിൽ പറയില്ലേ, അത് ഉംറക്കുള്ള യാത്രക്കും ഹജ്ജ് തന്നെ പറയാം. നമ്മൾ ഹാജി എന്ന് പറയാൻ ആർക്കാ? ഹജ്ജ് ചെയ്ത് വന്നോനാ. ശരിക്കും ഹാജി എന്ന് പറയേണ്ടത് ആരെയാ? ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടിയവനെയാ. അവർ അറബികളൊക്കെ അങ്ങനെയാ വിളിക്കുക. അപ്പൊ നമ്മളവിടെ ഉംറക്ക് വേണ്ടിയിട്ട് ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു അറബി നമ്മളെ വിളിക്കുക എന്താ? ഹാജ് എന്നാ വിളിക്കുക. ഹജ്ജ് നിയ്യത്ത് ചെയ്തവൻ അല്ലെങ്കിൽ ഉംറ നിയ്യത്ത് ചെയ്തവൻ. നമ്മളത് ഒരു ഡിഗ്രി ആക്കിയതാ. ഇത് കഴിഞ്ഞതിന് ശേഷം അല്ലെ ഹാജി ഇന്നാള് എന്ന് പറയാൻ. ഞാൻ സൂചിപ്പിച്ചു വന്നത് ആ ഒരു ബൈത്തിൽ എത്തുക എന്നത് അള്ളാഹു നമ്മളോട് നിർബന്ധിച്ച കാര്യമാണ്. ഫീഹി ആയാത്തുൻ ബയ്യിനാത്ത് മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന. മനുഷ്യൻ ഏറ്റവും ആശ്വാസത്തോടെ സമാധാനത്തോടെ പോയി നിൽക്കാൻ പറ്റിയ സ്ഥലമാകണം അത്. നമ്മളൊക്കെ ഹജ്ജ് യാത്രകൾക്കൊക്കെ പോകലുണ്ടാവും.
അല്ലെ? അവിടെ നമ്മുടെ കൂട്ടുകാരോടൊക്കെ അങ്ങനെ പോകുന്നവരോടൊക്കെ നമുക്ക് ഉപദേശിക്കാനുള്ളതാ. ചിലപ്പോൾ വലിയ വർത്താനക്കാരൊക്കെ ആയിരിക്കാം, അല്ലെ? അവരോരുത്തരുടെ പ്രകൃതമാണല്ലോ, അല്ലെ? അതൊക്കെ ശാന്തമാക്കണം. അവിടെ കാമൻ കോയറ്റ്, പൂർണ്ണ ശാന്തതയായിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. സാധാരണ എല്ലാ നബി വരുന്നതിന് മുമ്പുള്ള ഹജ്ജിന്റെ സ്ഥിതി എന്താ? മുട്ടും പാട്ടും കൊയലൂത്തും ഒക്കെയാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന, ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന നേർച്ചകളൊക്കെ അങ്ങനെ തന്നെയല്ലേ? അതന്നെയായിരുന്നു അവരുടേത്. അത് അവരുടെ അല്ല, എല്ലാ സമൂഹത്തിലും അങ്ങനെ തന്നെ. നമ്മുടെ നാട്ടിലെ മറ്റു സമൂഹങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞു അതൊന്നല്ല വേണ്ടത്. അവിടെ ശാന്തമായിട്ട് ആരാധന നടത്താനുള്ള അവസരം ഉണ്ടാണ്ട്. അത് നിങ്ങൾ ഹജറുൽ അസ്വദ് തൊടാൻ പോയി കച്ചറുണ്ടാക്കരുത്. നിങ്ങളുടെ ദുആന്റെ ഒച്ച കൊണ്ട് അവിടെ ഉള്ളവന് ശല്യം ഉണ്ടാവരുത്. അപ്പൊ ആമിനൻ, പൂർണ്ണ നിർഭയത്വത്തോടെ. അതാണ്. അവിടുന്ന് പ്രതികളെ പിടിക്കാൻ പോലും പാടില്ല. ഇപ്പോൾ നമുക്കറിയാം, കുറെ വർഷങ്ങൾക്ക് മുമ്പ് 1980കളിൽ കുറെ ഷിയാക്കൾ അവിടെ വിപ്ലവവുമായി കൊണ്ടുവന്നു, ഹറമിൽ കയറി. അപ്പോൾ ഇസ്ലാമിക ലോകത്തെ പ്രധാന രാജ്യങ്ങളിലേക്ക് പ്രഗത്ഭരായ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ഭരണകൂടം എന്ത് ചെയ്യണം? വരെ പുറത്താക്കാൻ. കാരണം അവിടെ വെച്ചിട്ട് സാധാരണക്കൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ ആ പണ്ഡിതന്മാരുടെ മുഷാവറ, ഷൂറ, കൂടിയാലോചനാ സമിതിയുടെ തീരുമാനമാണ്, അക്രമിയാണ് എങ്കിൽ ആ അക്രമിയെ പിടിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താം. അങ്ങനെ പിന്നെ ജലപീരങ്കിയൊക്കെ ഉപയോഗിച്ചിട്ട് അവരെ പുറത്താക്കുകയായിരുന്നു ചെയ്തത്. സാധാരണ നിലക്ക് അവിടെ ഈ പറഞ്ഞതുപോലെ ഒന്നുമില്ല, ഒന്നും തിരിച്ച് പ്രതികരണങ്ങളില്ല, പ്രതിരോധങ്ങളില്ല. അപ്പൊ അത്രയും ആമിന, നിർഭയത്വമായ ഒരു പ്രദേശമാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, അവിടെ എത്താൻ കഴിയുന്നവർക്കൊക്കെയും ആ അള്ളാഹുവിന്റെ ബൈത്തിനെ ലക്ഷ്യം വെക്കുക എന്നത്, ഹജ്ജ് ചെയ്യുക എന്നത് അള്ളാഹു കൽപ്പനയാക്കുകയാണ്. ഒമൻ കഫറ, അതാരാണോ നിഷേധിക്കുന്നത്, അതിനോടാരാണോ നന്ദികേട് കാണിക്കുന്നത്, ഫൈനല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അള്ളാഹ് നിങ്ങളെയൊന്നും ആവശ്യമില്ല. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഫൈനല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. നിങ്ങളെല്ലാവരും കൂടി അള്ളാഹിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെല്ലാവരും വരൂല എന്ന് പറഞ്ഞാലും അള്ളാഹ് നിങ്ങളുടെ ആവശ്യമില്ല. അള്ളാഹു ഗനി അസ്സമദ്, അല്ലേ? അള്ളാഹു സമദ്, ആരുടെയും ആശ്രയം ആവശ്യമില്ല. അല്ലെ? നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ അതിന്റെ ദുഷ്ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിക സമൂഹത്തിന് മേൽ ഹജ്ജ് അള്ളാഹ് നിർബന്ധാക്കി. പക്ഷേ മഹാഭൂരിപക്ഷത്തിനും അവിടെ എത്താൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സങ്കടത്തിൽ, ഓനും പോയി, എൻ്റെ കൂടെ പഠിച്ചവനാണ് അവൻ, എൻ്റെ കൂടെ വളർന്നവനാണ് അവൻ, പക്ഷെ ഓനൊക്കെ പോകാൻ കഴിഞ്ഞ് എനിക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ. ആ സങ്കടം തീർക്കാൻ അള്ളാഹു തന്നിരിക്കുന്നതാ ഈ 10 ദിവസം. ലോകത്തിന്റെ ഹാജിമാരല്ലാത്ത മറ്റെല്ലാ മുസ്ലിങ്ങൾക്കും അള്ളാഹു ഏറെ പവിത്രമായി ഈ ദിവസങ്ങളെ നിശ്ചയിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയുണ്ടായി, ആ ഒരു അറഫ 9ാം നാളിനേക്കാളൊക്കെ പുണ്യകരമായ ദിവസം വേറെ ഏതുണ്ടോ? അതിനേക്കാൾ അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഈ ദിനങ്ങൾ, ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ പരമാവധി നന്മകൾ. ഈ ദിവസങ്ങൾ ഹജ്ജിന്റെ പ്രത്യേകത കണ്ടില്ല നിങ്ങൾ? അവിടെ ഒരുപാട് ആരാധന ഒന്നിച്ചേരുന്നുണ്ട്. നോമ്പുണ്ട്, നമസ്കാരമുണ്ട്, ദാനധർമ്മല്ലേ, ബലി എന്ന ദാനമുണ്ട്. ഇത് എല്ലാം കൂടി ചേരുന്ന ഒരു ദിനങ്ങളാണ് ഈ 10 ദിനങ്ങൾ. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ, ഹജ്ജിന് പോകാത്തവര് ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഹജ്ജിന് വേണ്ടി ആളുകൾ എത്തി അവിടെ എല്ലാ സമയവും ദിക്റും ദുആയും ഒക്കെ ആയി കൂടുമ്പോൾ നമ്മളും പരമാവധി സമയം അതിനൊക്കെ വേണ്ടി നീക്കി വെക്കുക. അഥവാ പരമാവധി ദിക്റുകൾ ചൊല്ലാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ദുൽഹജ്ജ് 1 മുതൽക്ക് തുടങ്ങാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് പോലുള്ള ദിക്റുകൾ. അതേപോലെ തന്നെ സാധാരണയിൽ കവിഞ്ഞ നമുക്ക് സുന്നത്ത് നോമ്പുകൾ എടുക്കാം ആ ദിവസങ്ങളിൽ. 9ാം നാളിന്റെ സുന്നത്ത് നോമ്പ് ഏറെ പ്രസിദ്ധമാണ്, അല്ലെങ്കിൽ പ്രാധാന്യമുള്ളതാണ് എന്ന് മാത്രം. അറഫയുടെ നോമ്പ്, അതേപോലെ ദാനധർമ്മങ്ങൾ നിർവഹിക്കുവാൻ, മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾ, തഹജ്ജുദ് പോലെയുള്ള നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഓഫർ ദിനങ്ങളാണ്, ഏറെ പവിത്രമായ പുണ്യം ലഭിക്കുന്ന ദിവസങ്ങളാണത് എന്ന്. ആ അർത്ഥത്തില് ഈ 10 ദിവസങ്ങളെ നമ്മൾ ഗൗരവത്തോടെ കാണണമെന്ന് സൂചിപ്പിക്കുകയാണ്. മാമിൻ അയ്യാമിൽ അമൽ സാലിഹ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളിൽ ഒന്നുമില്ല ഫി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളെക്കാൾ. റസൂലുള്ളാഹി പറയുന്ന ഒരു ഹദീസാണ്, ഈ 10 ദിവസങ്ങളെക്കാൾ നന്മകളുമായിട്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറെ ദിവസങ്ങളില്ല. നോമ്പില്ല എന്നല്ല, റമദാൻ ഇല്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഈ ദിവസങ്ങളുടെ മഹത്വവും പ്രാധാന്യവും സൂചിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു നടത്തുകയാണ്. അപ്പൊ അതുകൊണ്ട്
നമ്മളെല്ലാവരോടുമായിട്ട് ഉണർത്താനുള്ളത്, വസിയത്തായിട്ട് പറയാനുള്ളത് അതാണ്. നമ്മൾ പെരുന്നാളിൻ്റെ ഡ്രസ്സ് വാങ്ങാനുള്ള ഒരുക്കത്തിലാണ്, അല്ലെ? അതിനുവേണ്ടിയുള്ള മറ്റ് ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളിലാണ്. ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ അള്ളാഹുവിൻ്റെ ലുയൂഫായിട്ട്, അതിഥികളായിട്ട് ആ കഅബയിലേക്ക് പോയി. നമ്മുടെ വാപ്പൻ്റെ, എളാപ്പൻ്റെ, മൂത്താമ്മൻ്റെ, അമ്മായി, ഇങ്ങനെ പലരും ഉണ്ട്. അവരൊക്കെ അവിടെ ആരാധനകളിൽ മുഴുകുമ്പോൾ നമുക്ക് അതിനുള്ള തൗഫീക്കിലേക്ക് അള്ളാഹു എത്തിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മളാൽ കഴിയുന്ന പരമാവധി നന്മകൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. ആ ദിവസങ്ങളുടെ ഓർമ്മകളിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എന്നാ തോന്നുന്നത്, ബലിയുമായി ബന്ധപ്പെട്ടില്ലേ, ബലിമൃഗങ്ങളെയൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ടാവും. അവയൊക്കെ പരിപാലിക്കാനും, അള്ളാഹുവിൻ്റെ ഷിയാറുകൾ, അടയാളങ്ങൾ എന്ന നിലക്ക് അവയൊക്കെ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും, ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് ഇങ്ങനത്തെയൊക്കെ സംസ്കാരങ്ങൾ നമ്മൾ നൽകുക. പെരുന്നാളിൻ്റെ അന്ന് ഈദ്ഗാഹിൽ വന്നിട്ട് തക്ബീർ ചൊല്ലി പോവുക എന്നതിൽ കവിഞ്ഞ് സഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങാടിയിലൊക്കെ തന്നെ തക്ബീറുകൾ കൊണ്ട് മുഖരിതമാകാറുണ്ടായിരുന്നു. നമ്മളൊരു പൊതുസമൂഹത്തിൽ നമ്മളെല്ലാവരും കൂടി അങ്ങാടിയിൽ പോയിട്ട് തക്ബീറല്ലാണെന്നല്ല പറഞ്ഞതിൻ്റെ ആശയം. പക്ഷേ നമ്മുടെ വീടുകളിൽ, നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ചുണ്ടുകളിൽ ആ തക്ബീറിൻ്റെ വാക്കുകൾ ഉണ്ടാകണം. തഹ്ലീലുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലുള്ള വാക്കുകൾ ഉണ്ടാകണം. അതേപോലെ തന്നെ കുറച്ചുകൂടിയൊക്കെ അള്ളാഹുവുമായിട്ട് അടുക്കുവാൻ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനുമായിട്ടൊക്കെ അടുക്കുവാൻ അപ്പം പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, ഈ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു വട്ടം ഖുർആൻ ഓതാൻ കഴിയോ? നമ്മൾ നോമ്പിനകത്ത് ശ്രദ്ധയിലാണ് നമുക്ക് ഖുർആൻ പഠനത്തിൽ, അല്ലെ, ഖുർആൻ ഓതുന്ന കാര്യത്തിൽ. അതുപോലെ ഈ 10 ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കാൻ കഴിയുമോ? അതല്ലെങ്കിൽ കുറച്ചേറെ ആയത്തുകൾ, പ്രത്യേകിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ഉണ്ട് ഖുർആനിൽ. നമുക്കൊക്കെ അത് കാണാതെ പഠിച്ചു വെച്ചാൽ നമ്മളെയൊക്കെ ജീവിതത്തിന് പല സന്ദർഭങ്ങളിലേക്ക് ആവശ്യമായ പ്രവാചകന്റെ പ്രാർത്ഥനകൾ, അല്ലെ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സമയത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് പറഞ്ഞു വന്നത്. നമ്മൾ ആ 10-ാം തീയതിയിലെ ദുൽഹജ്ജ് 10-ന്റെ പെരുന്നാൾ ആഘോഷം എന്നതിൽ കവിഞ്ഞ് അതിൻ്റെ മുമ്പുള്ള ദിവസങ്ങളെ നന്മയിൽ നിറഞ്ഞതാക്കുവാനുള്ള ശ്രദ്ധയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അള്ളാഹു ആ രൂപത്തിൽ ഈ ബലി പെരുന്നാളിനെ സ്വാഗതം ചെയ്യുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത്, ബലി പെരുന്നാൾ വരുന്നു. ആ ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങൾ, ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച മുതലായിരിക്കും അത് 1-ാം തീയതിയാവുക. ആ ദിവസങ്ങൾ നമ്മൾ പ്രത്യേക നിയ്യത്തോടുകൂടി, അഥവാ അള്ളാഹു പ്രത്യേകം പവിത്രമാക്കിയ ദിവസങ്ങൾ എന്ന നിയ്യത്തോടുകൂടി കൂടുതൽ നന്മകളിലേക്ക് ഇറങ്ങുവാൻ ആ സമയം ഉപയോഗപ്പെടുത്തണമെന്നാണ്. ആ അർത്ഥത്തിൽ 1 മുതൽ 9 വരെ തുടർച്ചയായി നോമ്പെടുക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചില ചർച്ചകളുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി ചെയ്തതായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണുന്നില്ല. ഏറ്റവും പവിത്രമാണ് ഈ ദിവസങ്ങളെങ്കിലും ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കാൻ റസൂലുള്ളാഹി പ്രത്യേകമായി നിർദ്ദേശിച്ചതോ അങ്ങനെ സഹാബികൾ ചെയ്തതോ നമുക്ക് രേഖകളിൽ കാണാനില്ല. എന്നാൽ 9-ന്റെ അന്ന്, ദുൽഹജ്ജ് 9, അറഫ നോമ്പ് ഏറ്റവും പ്രബലമായിക്കൊണ്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കാനും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാനും മാത്രം പുണ്യകരമാണ് ആ മുഹറം 9-ന്റെ ദുൽഹജ്ജ് 9-ന്റെ നോമ്പ് എന്നാണ്. കഴിയുന്ന ആളുകളൊക്കെ അതിനുകൂടി ഒരുങ്ങുകയും തയ്യാറെടുക്കുകയൊക്കെ ചെയ്യുക. ഇപ്പം നമ്മൾ അവധിക്കാലത്തൊക്കെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മളെ മക്കളെയൊക്കെ തന്നെയും അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുക. കുറച്ച് സുന്നത്തുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവട്ടെ. എല്ലാ കാര്യങ്ങളിലും ഫർളുകൾ മാത്രം അങ്ങനെ അനുഷ്ഠിച്ചു പോകുന്നവരെ പലപ്പോഴും സുന്നത്ത് നിസ്കരിക്കാൻ പോലും നമുക്കൊന്നും സമയം കിട്ടാറില്ല, അല്ലേ? പക്ഷേ നമുക്കൊക്കെ സമയമില്ലാതാകുന്നൊരു സമയം വരുമല്ലോ, അല്ലേ? അന്ന് നമുക്കിതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുമല്ലോ, അല്ലേ? നമ്മളൊരു ആക്സിഡൻറ്റിലൊക്കെ 4 ദിവസം കിടക്കേണ്ടി വന്നാൽ, അല്ലേ, നമുക്ക് ഏത് സുന്നത്തും നിസ്കരിക്കാൻ സമയം ഉണ്ടാവും, പക്ഷേ കഴിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഫർളുകളിലൊക്കെ ഒരുപാട് ന്യൂനതകൾ ഉണ്ടാകാം, അല്ലേ? പടച്ചവൻ അതൊക്കെ നമുക്ക് വിട്ടു മാപ്പാക്കി തന്ന് പൂർണ്ണ നന്മകളായി സ്വീകരിക്കട്ടെ. പക്ഷെ അതോടൊപ്പം റബ്ബിൻ്റെ മുമ്പിലേക്ക് കുറച്ച് സുന്നത്തുകൾ കൂടി നമ്മൾ അല്ലേ, ആരാണോ കൂടുതൽ പുണ്യം ആഗ്രഹിക്കുന്നത് അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ രൂപത്തിൽ നമ്മൾ അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തു വെക്കുന്നതാണല്ലോ സുന്നത്ത്. മറ്റേത് പേടിച്ച് ചെയ്യുന്നതാണ്. ളുഹർ ഞാൻ നിസ്കരിക്കുന്നത് അള്ളാഹിനെ പേടിച്ചിട്ടാണ്. കാരണം നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടും. സ്വർഗം കിട്ടുമെന്നതൊരു ശരി, പക്ഷെ നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടും. എന്നാൽ ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നതോ അതല്ല ശിക്ഷിക്കൊന്നുമില്ല. പക്ഷെ എനിക്ക് അള്ളാഹിനോട് ഇഷ്ടമായതുകൊണ്ട്, എൻ്റെ റസൂലിനോട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിർവഹിക്കുന്നു.
നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുറേ ഇസ്ലാം ആവശ്യപ്പെടാത്ത കുറേ ബഹുമാനങ്ങളും ആദരവുകളും ഒക്കെ അങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ റസൂൽ നമ്മളോട് കാണിച്ചു തന്ന മാതൃകകളിലാണ് നമ്മൾ റസൂലിനോടുള്ള മുഹബ്ബത്ത്, റസൂലിനോടുള്ള ഇഷ്ടം കാണിക്കേണ്ടത് അല്ലെ. ആ രൂപത്തിൽ റസൂലിൻ്റെ സുന്നത്തുകളൊക്കെ പരമാവധി ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ നല്ല ബന്ധങ്ങളിലെ കുടുംബത്തിനെയൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമൊക്കെ കേൾക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്, നമ്മളെല്ലാ കൊല്ലവും കേൾക്കുന്നതാണ് അല്ലെ. ആദർശ കുടുംബം അല്ലെ, നമ്മളെ മക്കളെയൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് ആ ഇസ്മായിലിൻ്റെയൊക്കെ കഥ അല്ലെ, ആ ഹാജർ എന്ന ഭാര്യയുടെ ഉമ്മയുടെയൊക്കെ കഥ, ഈ കാര്യങ്ങളൊക്കെ പരസ്പരം പറയാനും ചർച്ച ചെയ്യാനൊക്കെ ഉള്ള സമയങ്ങൾ കൂടിയായി നമ്മൾ ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, വരുന്ന ബുധനാഴ്ച, ഈ വരുന്ന 20-ാം തീയതി നമ്മുടെ മഹല്ലിലെ സീനിയർ സിറ്റിസൺസിനെ, പ്രായമായ ആളുകളെയൊക്കെ കൂട്ടിയൊരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. അതിലൊരു 10-35 ആളുകളുടെയൊക്കെ പേര് അവർ തന്നു കഴിഞ്ഞു. എല്ലാവരുടെയും കൂടി അറിവിലേക്ക് തന്നെ, ആരും അറിയാതിരിക്കണ്ടെന്ന് കരുതി ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പോകാനുള്ള ആരോഗ്യവും താല്പര്യമൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുറഞ്ഞ ആളുകൾ കൂടി അതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നമ്മുടെ ആ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിയൊക്കെ ആയിട്ട് ബന്ധപ്പെടണമെന്ന് ഉണർത്തുകയാണ്. വരുന്ന ബുധനാഴ്ചയാണ് യാത്ര. ഉദ്ദേശിക്കുന്ന ആളുകൾ നാളെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കാൻ ശ്രമിക്കുക. ഒരു 2-3 ഉദ്ദേശങ്ങൾ അതിലുണ്ട്. ഒന്ന്, നമ്മളെ യാത്രകളൊന്നും ഇസ്ലാം ഹറാമാക്കിയൊന്നും മാത്രമല്ല, യാത്രയൊക്കെ അല്ല പ്രോത്സാഹിപ്പിച്ചതാണ്. പക്ഷെ നമ്മളെ യാത്ര പലപ്പോഴും അള്ളാഹ് ഹറാമാക്കിയോടത്തേക്ക് പോകലുണ്ട് പലപ്പോഴും. അത് കുടുംബത്തിൻ്റെതായാലും കൂട്ടുകാരുടേതായാലും അല്ലാതായാലും ഒക്കെ തന്നെ. നമ്മൾ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ കൂടെയൊക്കെ പോകാൻ പ്രയാസങ്ങളുള്ള ആളുകൾക്കൊക്കെ, സമപ്രായക്കാരായ ഒരേ ആദർശക്കാരായ ആളുകൾ ഒത്തുകൂടി പോകുമ്പോൾ അതൊരു മാനസിക ഉല്ലാസം നൽകുമെന്നതോടൊപ്പം തന്നെ ദീനിയായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനും അടുക്കാനും ഒക്കെയുള്ള അവസരം എന്നുള്ള നിലക്ക് കൂടിയാണ്. ഏതായാലും കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക. ഒരു നിർബന്ധമൊന്നുമില്ല, പറ്റുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ളവരിൽ പങ്കെടുക്കുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ നമ്മുടെ ഒരു കമ്മിറ്റി മെമ്പറുടെ ഭാര്യ വളരെ പ്രയാസകരമായ രോഗാവസ്ഥയിലാണ് കുറച്ചായിട്ട്. ഇപ്പോഴവർ വീണ്ടും കുറച്ച് പ്രയാസത്തിലുള്ള ഒരവസ്ഥയിൽ ആശുപത്രിയിലേക്ക് ചികിത്സയിലാണ്. നമ്മൾ പ്രാർത്ഥിക്കുക. നന്മകളിലൊക്കെ ഏറെ സഹകാരികളായ ഒരു കുടുംബമാണ്. അള്ളാഹു ആ സഹോദരിയുടെ രോഗം ഏറ്റവും നല്ല നിലയിൽ ഏറ്റവും വേഗത്തിൽ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അവരുടെ ആ നാഥയുടെ രോഗം കൊണ്ടുണ്ടായ പ്രയാസങ്ങളൊക്കെ നല്ല നിലക്ക് അള്ളാഹു പരിഹരിച്ചു നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ പരിപാലന ഫണ്ട് ഇന്നും ശേഖരിക്കുന്നുണ്ട്. ആ നന്മയിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് ഉണർത്തുകയാണ്. കാരുണ്യവാനായ റബ്ബേ, നീ വിശ്വാസികളോട് ആവശ്യപ്പെട്ട ഹജ്ജിന് നിയ്യത്തുള്ളവരാ ഞങ്ങളൊക്കെ. കാരുണ്യവാനായ റബ്ബേ, ആ ഒരു പവിത്രമായ ഭൂമിയിലെത്തിപ്പെടുവാൻ, നിന്റെ അടയാളങ്ങൾ നേർക്ക് നേരെ കണ്ടുകൊണ്ട് ആരാധന നിർവഹിക്കുവാൻ നീ ഞങ്ങൾ ഇതുവരെ കഴിയാത്തവർക്കൊക്കെയും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ നാഥ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിന്റെ റസൂൽ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ വിളിക്കുത്തരമായിക്കൊണ്ട് അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആ 10,000-കണക്കിന് വിശ്വാസികൾക്ക് മഖ്ബൂലായ ഹജ്ജ് നിർഭയത്വത്തോടുകൂടി നിർവഹിച്ച് അവരുടെ ഇടങ്ങളിൽ ഈമാനോടുകൂടി തിരിച്ചെത്തുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ചവനെ, ആ ഹാജിമാരവിടെ നന്മകളിൽ മുഴുകുമ്പോൾ ഈ വരുന്ന ദിനങ്ങളിലൊക്കെ പരമാവധി നന്മകളുമായി മത്സരിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങൾക്ക് കാരുണ്യവാനായ നാഥ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകണമേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ ബലിയും ഞങ്ങളുടെ മറ്റു നന്മകളുമൊക്കെ നീ ഞങ്ങളിൽ നിന്ന് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിച്ച് പൂർണ്ണമായ പ്രതിഫലം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റബ്ബേ. റബ്ബേ, ജീവിതത്തിലൊക്കെ കുറേയേറെ വീഴ്ചകൾ വന്നിട്ടുണ്ട്. വിവരമില്ലാത്തത് കൊണ്ടോ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടോ ഒക്കെ വന്നുപോയ ചെറുതും വലുതുമായ ഒരുപാടേറെ പാപങ്ങൾ. ഗഫൂറായ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ നീയല്ലാതെ ഇല്ല, നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാനുമില്ല. കാരുണ്യവാനായ നാഥ, ഞങ്ങളുടെ ആ വീഴ്ചകളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ റബ്ബേ. കൂടുതൽ വിശുദ്ധമായ അമലും ഈമാനുമായി ജീവിക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും സാഹചര്യവും നൽകി നീ ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്ത് നൽകണമേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ സത്യവിശ്വാസികളായ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ഇണകളും മക്കളുമുണ്ട്, പ്രിയപ്പെട്ട വിശ്വാസികളുണ്ട്. കാരുണ്യവാനായ റബ്ബേ, അവരുടെ ബർസഖിയായ ജീവിതം നീ ആശ്വാസകരമാക്കി നൽകണമേ. രോഗത്താൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തിക മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, മറ്റു സാമൂഹികവും സാമ്പത്തികവും ശാരീരികവും ഒക്കെയായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേർ ഞങ്ങൾക്കിടയിലുണ്ട്. റഹ്മാനായ റബ്ബേ, ഉദാരനായ നാഥ, നീ അവരോടൊക്കെ കരുണ കാണിക്കണമേ.
അവരുടെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നീ അവർക്ക് എളുപ്പം നൽകണമേ റബ്ബേ. കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെവരെയും കാത്തുരക്ഷിക്കണമേ നാഥ. പടച്ചവനെ, നിനക്ക് പ്രിയപ്പെട്ടവരായി ജീവിക്കാൻ, നീ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന സ്വർഗത്തിൻ്റെ അവകാശികളായി പുനർജനിക്കുവാൻ ഞങ്ങൾക്ക് അവർക്കും തൗഫീഖ് നൽകണമേ നാഥ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.